ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ 108 ആംബുലൻസ് നൽകിയില്ല എന്ന് പരാതി. ചികിത്സ കിട്ടാതെ വെള്ളറട സ്വദേശിനി ആൻസി മരിച്ചു. ഓക്സിജൻ സൗകര്യമില്ലാത്ത സ്വകാര്യ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോകാനുള്ളത് കൊണ്ട് വരാൻ കഴിയില്ലെന്നാണ് 108 അധികൃതർ അറിയിച്ചത്. വിളിച്ചിട്ട് ആദ്യം 108 അങ്ങോട്ട് വിളിച്ചപ്പോൾ അവർ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന് തിരിച്ച് വിളിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞു ആംബുലൻസ് സർവീസ് അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൻ്റെ, അതായത് ദേവി ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് CHC. അവിടെ ഞങ്ങളുടെ 108 ഞങ്ങളുടെ CHCയിൽ, അതായത് ഞാൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ CHC ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, ഇവിടെ CHCയിലാണ് ആംബുലൻസ് ഉള്ളത്, 108 ഉള്ളത്, അതൊന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്താണ് അവരൊന്ന് തിരക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ആംബുലൻസ് തരാൻ നിർവാഹമില്ല, അത് സർക്കാരിൻ്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ്, കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി, എന്നാൽ പാറശാല ആംബുലൻസ് ഉണ്ടല്ലോ താലൂക്ക് ഹോസ്പിറ്റലിൽ, അവിടുത്തെ ആംബുലൻസ് ഒന്ന് ഇട്ടേക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും കുരിശുമല ഡ്യൂട്ടിയിലാണെന്ന് പറഞ്ഞു. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗി, ആ രോഗിയെ മാറ്റാൻ നോക്കുമ്പോൾ ഇങ്ങനെ ആംബുലൻസുകൾ മാറ്റിയിട്ടിരിക്കുകയാണ് മറ്റാവശ്യങ്ങൾക്കെന്ന പേരിൽ. എന്താണ് ഈ ആംബുലൻസിൻ്റെ മറ്റാവശ്യങ്ങൾ? വീണ, വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ 108 അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. വെള്ളറട സ്വദേശി ആൻസി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. അവർക്ക് പനി വളരെ രീതിയിൽ കൂടിയിരുന്നു, കൗണ്ട് ഉൾപ്പെടെ വളരെ കുറവായിരുന്നു. പനി ബാധിച്ച് വലിയ രീതിയിലുള്ള ഒരു ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു രോഗി ഉണ്ടായിരുന്നത്. ഓക്സിജന്റെ സഹായത്തോടു കൂടിയാണ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്കും വളരെ അടിയന്തരമായി രോഗിയെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചൊരു കാര്യം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഓക്സിജൻ സപ്പോർട്ടുള്ള ആംബുലൻസിൽ മാത്രമേ രോഗിയെ മാറ്റാൻ പാടുള്ളൂ, അല്ലാതെ സാധാരണ ആംബുലൻസിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അത് വളരെ അപകടകരമായിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. ഇവർക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല. ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും നാട്ടുകാർ ഉൾപ്പെടെ ഉള്ളവരാണ് ഇവർക്ക് സഹായത്തിനായി എത്തിയത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ 108 ആംബുലൻസിലേക്ക് വിളിക്കുന്നത്. ആ സമയത്ത് ആംബുലൻസ് ഇപ്പോൾ എത്താൻ കഴിയില്ല, മറ്റൊരു ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളതാണ് ഈ 108 അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ മറുപടി. സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം കുരിശുമല ഡ്യൂട്ടിക്കായി ഇത്തരത്തിൽ ആംബുലൻസുകൾ മാറ്റിയിട്ടിരിക്കുകയാണ് എന്നുള്ള മറുപടിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന് നൽകിയത്. പിന്നീട് പാറശാല ആശുപത്രിയിലെ ആണെങ്കിൽ അതൊന്ന് തൽക്കാലത്തേക്ക് വിട്ടുതരൂ എന്ന് പറഞ്ഞപ്പോൾ അതും ഈ ഡ്യൂട്ടിക്കാണ് മാറ്റിയിട്ടിരിക്കുന്നത് എന്നുള്ള മറുപടിയാണ് നൽകിയത്. എന്താണ് ശരിക്കും ഈ കുരിശുമല ഡ്യൂട്ടി ഉണ്ടാകേണ്ടത്, ഇന്നാണ് കുരിശുമല കയറുന്ന ചടങ്ങുകളൊക്കെ ഇന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രിയിലാണ് ഈ ആംബുലൻസിന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ഡ്യൂട്ടിക്കായി മാറ്റിയിട്ടെങ്കിൽ കൂടി അത് ഇന്നത്തെ ഒരു ആവശ്യമാണ്. വളരെ പെട്ടെന്ന് ഈ രോഗിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം തിരിച്ച് മടങ്ങി വന്നവർക്ക് ഈ ഡ്യൂട്ടിക്ക് കയറാവുന്നതേ ഉള്ളൂ. ഇപ്പൊ സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ആംബുലൻസുകളെല്ലാം മാറ്റിയിട്ടിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള ആംബുലൻസുകൾ പോലും തൊട്ട് പാറശാലയിലെ ആംബുലൻസ് ഒന്നും വിട്ടുതരാൻ സാധിക്കില്ല എന്നുള്ളൊരു മറുപടിയാണ് ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്, അനാസ്ഥയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പിന്നീട് ഇവർക്ക് ഒരു സാധാരണ ആംബുലൻസിലേക്ക് ഈ രോഗിയെ കയറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരേണ്ടി വന്നു. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, പാതി വഴിയിൽ ഇവർക്ക് ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവർ മരണപ്പെടുകയായിരുന്നു. വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്, ഭർത്താവിന് കണ്ണിന് കാഴ്ചയില്ലാത്തതാണ്, മറ്റു ബന്ധുക്കൾ ആരും ഇവർക്ക് ഇല്ല. ഒരു പാസ്റ്ററുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും പഞ്ചായത്ത് അംഗത്തിന്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ് ഇത്രത്തോളം അതീവ ഗുരുതരാവസ്ഥയിൽ, അവർക്ക് പനി വളരെ മൂർധന്യാവസ്ഥയിലെത്തി, അവരുടെ കൗണ്ട് ഉൾപ്പെടെ വലിയ രീതിയിൽ കുറയുന്ന ഒരവസ്ഥയിലാണ് ഇവർ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അപ്പോഴാണ് സർക്കാർ നിശ്ചയിച്ച മറ്റൊരു ഡ്യൂട്ടി ഉണ്ട്, കുരിശുമല ഡ്യൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ആ രോഗിയെ കൃത്യസമയത്ത് ആംബുലൻസ് എത്തിക്കാതിരുന്നത്. ഒരു 3/4 മണിക്കൂറോളം ആ ആംബുലൻസ് വിളിക്കുന്നതിനായി ഇവർക്ക് ചെലവഴിക്കേണ്ടി വന്നു. എന്നിട്ടും ഈ ആംബുലൻസ് വന്നില്ല. പിന്നീട് ഒരു നിർവാഹവും ഇല്ലാതെ വന്നപ്പോഴാണ് സാധാരണ ആംബുലൻസിൽ മാറ്റേണ്ടി വന്നത്. ഒരുപക്ഷെ വിളിച്ചപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ആംബുലൻസ് എത്തിയിരുന്നെങ്കിൽ ഇന്ന് ആൻസി ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ഇവരുടെ ആ ഒരു അനാസ്ഥ, മറ്റൊരു ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ 108 ആംബുലൻസിന്റെ ഡ്യൂട്ടി ഇത്തരത്തിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ സർക്കാർ നിശ്ചയിച്ച മറ്റു ചടങ്ങുകൾ ആ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതല്ല. ഇനി അത് ചെയ്യണമെന്ന് കുരിശുമല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് ഇന്നലെ രാത്രിയിലായിരുന്നില്ല. ഏതായാലും ഈ 108 അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ അനാസ്ഥ വീഴ്ചയാണ്. അത് കാരണം ആൻസി എന്ന 60 വയസ്സുകാരി പനി മൂർച്ഛിച്ച് ഓക്സിജന്റെ സഹായം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർ മരണപ്പെടുകയാണ് ചെയ്തത്. വീണ, ഓക്കെ, ശരി രശ്മി.